ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിലേറ്റം സ്നേഹമുള്ളവരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ഈ വീഡിയോയിലൂടെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വിചിന്തനം നടത്താമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഞാൻ കുറച്ച് നാളുകളായിട്ട് എറണാകുളം അങ്കമാലി രൂപത, ആ രൂപതയുടെ പേര് പറഞ്ഞ് ആ രൂപതയിൽ നടക്കുന്ന തോന്നിയാസങ്ങളെക്കുറിച്ച് പ്രതികരിക്കാറില്ല. എന്നാൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ, ആധാരത്തിൽ ആ രൂപതയിലെ വൈദികർ ചെയ്തുകൊണ്ടിരിക്കുന്ന ദുർസാക്ഷ്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഞാൻ ദൈവജനത്തെ ഉദ്ബോധിപ്പിക്കുക ചെയ്യാറുണ്ടായിരുന്നു. സമയാസമയങ്ങളിൽ ഈ സമൂഹത്തിൽ എറണാകുളം അങ്കമാലി രൂപതയിലെ പുരോഹിതരും വിമത അൽമായരും ചേർന്ന്, ഇപ്പോൾ അവരുടെ കൂടെ നമുക്കറിയാം വിമത സിസ്റ്റേഴ്സും ചേർന്നിട്ടുണ്ട്. ഇവരെല്ലാവരും കൂടി സഭാഗാത്രത്തെ, സഭയെന്ന സഭാമാതാവിനെ കീറിമുറിച്ചുകൊണ്ട് സഭയെ പരസ്യമായി സമൂഹ മധ്യത്തിൽ ജനസമക്ഷം അപമാനിക്കുന്നതിന്റെ മാക്സിമം എത്തി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഈ സമയത്ത് പലപ്പോഴായിട്ട് ഇതിനെക്കുറിച്ച് പ്രതികരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ നാളിൽ ഒരച്ഛൻ പറയുണ്ടായി, കാഞ്ഞിരപ്പള്ളി രൂപതയിലുള്ള അച്ഛനെ പിതാവ് വിലക്കി, അതുകൊണ്ട് അച്ഛൻ പരസ്യമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിരുന്നില്ല. സഹി കെട്ടപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു അഭിപ്രായ പ്രകടനം നടത്തുകയുണ്ടായി. നമുക്കറിയാം, എറണാകുളം അങ്കമാലി രൂപതയിലെ വൈദികർ, വിമത പുരോഹിതർ ഏതാനും അൽമായരുമായി ചേർന്ന് അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഫലമായി സീറോ മലബാർ സഭയെന്ന വളരെ ആത്മീയതയുള്ള ഈ സഭയെ തകർത്ത് തരിപ്പണമാക്കുന്നതിന് വേണ്ടിയിട്ട് ചില പ്രത്യേക മതസ്ഥരുടെ അല്ലെങ്കിൽ തീവ്ര മതസ്ഥരുടെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങി അവർ ഒഴുക്കുന്ന പണത്തിന്റെ അഹങ്കാരത്തിൽ പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സീറോ മലബാർ സഭയെന്ന ഈ ഘടകത്തെ പിച്ചിച്ചിന്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ പല രീതിയിൽ, പല സാഹചര്യങ്ങളിൽ വളരെ വ്യക്തമായ രീതിയിൽ പ്രതികരിക്കുകയും വ്യക്തമായ രീതിയിൽ ജനത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്ത സാഹചര്യങ്ങളുണ്ട്. നമുക്കറിയാം, മാണിപ്പറമ്പിലച്ഛൻ, അതുപോലെ തന്നെ ഒത്തിരിയേറെ പേര് കഴിവിന്റെ പരമാവധി പരിശ്രമിച്ച് സ്നേഹത്തിന്റെ ഭാഷയിൽ, ശാസ്ത്രീയുടെ ഭാഷയിൽ, വാണിങ്ങിന്റെ ഭാഷയിലൊക്കെ ഇവരെ ബോധ്യപ്പെടുത്താനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. പിതാക്കന്മാർ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്. പക്ഷെ അഹങ്കാരത്തിന്റെ ഉത്തുംഗ ശൃംഗത്തിലെത്തിയിരിക്കുന്ന ഈ പുരോഹിത വേഷധാരികൾക്ക് മാത്രം നേരം വെളുത്തിട്ടില്ല. ഇവർ കാലാകാലഘട്ടങ്ങളിൽ ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്, നാളെ പറയുന്നതല്ല മറ്റന്നാൾ പറയുന്നത്. നമുക്കറിയാം, ആദ്യകാലഘട്ടങ്ങളിൽ സുതാര്യത എന്ന വാക്ക് പറഞ്ഞുകൊണ്ടാണ് AMD പോലെയുള്ള, എനിക്ക് പേര് പറയാൻ പോലും മടിയുള്ള ഒരു അൽമായ നേതാവിന്റെ നേതൃത്വത്തിൽ ഈ സഭയിൽ ഈ വിമത പ്രവർത്തനങ്ങൾ ശക്തി പ്രാപിക്കുന്നത്. സുതാര്യത എന്ന വാക്കായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇവർ സുതാര്യത എന്ന് പറയുന്നത് മെത്രാന്മാർക്ക് സുതാര്യത വേണമെന്നാണ്. ഞാൻ ഈ കഴിഞ്ഞ നാളുകളിൽ മനസ്സിലാക്കിയത് വെച്ച് കേരളത്തിലെ പല രൂപതകളും കടബാധ്യതയിലാണ്. രൂപതകൾ കടബാധ്യതയിലാണ്. കേരളത്തിൽ നിന്നല്ല, ഒട്ടുമുക്കാൽ രൂപതകളും കടബാധ്യതയിലാണ്. പക്ഷേ ആ രൂപതയിൽ തന്നെയുള്ള വൈദികർ കോടികളുടെ ആസ്തിയുള്ളവരായി മാറിയിരിക്കുന്നു. അപ്പോൾ സുതാര്യത എവിടെയാണ് വേണ്ടതെന്ന് വ്യക്തമാണ്. സുതാര്യത വേണ്ടത് ഈ വൈദികരുടെ ജീവിതത്തിലാണ്. അതായത് ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച്, സഭയുടെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച് സഭയുടെ പോർട്ട്ഫോളിയോയിൽ വർക്ക് ചെയ്യുവാനായിട്ട്, ശുശ്രൂഷ ചെയ്യുവാനായിട്ട് വെച്ചിരിക്കുന്ന വൈദികർ ഈ നാളുകളിൽ ഇൻകം ടാക്സ് അടയ്ക്കുന്നവരായി മാറിയിരിക്കുന്നു. ഇവർക്ക് കിട്ടുന്ന തുച്ഛമായ അലവൻസ് വെച്ചുകൊണ്ട് ഒരിക്കലും ഇവർക്ക് ഇൻകം ടാക്സ് കൊടുക്കുന്നവരായിട്ട് മാറാൻ സാധിക്കുകയില്ല. അതോടൊപ്പം തന്നെ വിമത പ്രവർത്തനത്തിന് കോടിക്കണക്കിന് രൂപ ഇവർ ചെലവഴിക്കുന്നു. ഇത് എവിടെ നിന്ന് ലഭിക്കുന്നു എന്ന ഒരൊറ്റ ചോദ്യത്തിൽ നിന്ന് ഈ സുതാര്യത വേണ്ടത് എവിടെയാണ് എന്ന് വളരെ വ്യക്തമാണ്. ഈ വൈദികരുടെ ഈ കള്ളത്തരത്തിലാണ് സുതാര്യത വേണ്ടത്. നമുക്കറിയാം, വളരെ വ്യക്തമായിട്ട് ഈ നാളുകളിൽ ഓരോ പള്ളികളിൽ നിന്ന് അടിച്ചു മാറ്റുന്ന പണം രൂപതയിലേക്ക് ഒരു 10 പൈസ കൊടുക്കുകയില്ല എന്ന് ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. വളവിട്ട് ലക്ഷങ്ങളുടെ തെങ്ങിന് വളവിട്ട സംഭവമൊക്കെ നമുക്കറിയാം. അതായത് ഈ വൈദികരെല്ലാം ഈ സഭയുടെ സമ്പത്ത് തങ്ങൾക്കിഷ്ടമുള്ള വിധത്തിൽ തോന്നിവാസം വിനിയോഗിക്കാൻ വേണ്ടിയിട്ടാണ് സഭ അധികാരികളെ വെല്ലുവിളിക്കുന്നത്. അല്ലാണ്ട് ഇവരുടെ വിഷയമെന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയല്ല. പരിശുദ്ധ കുർബാനയല്ല ഇവരുടെ വിഷയം. ഇവർക്ക് പരിശുദ്ധ കുർബാന ഒരു വിഷയമേ അല്ല. പരിശുദ്ധ കുർബാന ഇവർക്ക് വിഷയമേ അല്ല. പരിശുദ്ധ കുർബാന എന്താണെന്ന് പോലും ഈ വൈദിക വേഷധാരികൾക്ക് അറിയില്ല. ഇവർ പരിശീലനം കൊടുത്ത എറണാകുളത്തെ കുറെ വിശ്വാസികൾക്കും അറിയില്ല. അറിയുമായിരുന്നുവെങ്കിൽ കഴിഞ്ഞ ദിവസം 82 വയസ്സുള്ള വൈദികനെ അൾത്താരയിൽ കയറി ആക്രമിക്കില്ലായിരുന്നു. അത് പരിശുദ്ധ കുർബാന എന്താണെന്ന് എറണാകുളത്തെ വിശ്വാസികൾക്കും അറിയില്ല, വിമതന്മാർക്കും അറിയില്ല എന്നുള്ളതിന്റെ ഉറച്ച ഉദാഹരണമാണത്. 82 വയസ്സുള്ള വൈദികനെ അൾത്താരയിൽ പരിശുദ്ധ കുർബാന മധ്യേ ആക്രമിക്കുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്നത് ഒരു യുവ വൈദികൻ എന്ന് വിളിക്കാൻ പറ്റില്ല, എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രം വിളിച്ച് ആ ഒരു വാക്ക് ഉപയോഗിക്കുന്നതാണ്. പുരോഹിതൻ എന്നവരെയൊന്നും വിളിക്കാൻ പറ്റില്ല. തനി ഗുണ്ടായിസമാണ്. അപ്പൊ സുതാര്യത വേണ്ടത് ഈ വൈദികരുടെ സ്രോതസ്സാണ്, മണി സ്രോതസ്. ആ മേഖലയിൽ സുതാര്യത ആവശ്യമാണ്, തീർച്ചയായിട്ടും ആവശ്യമാണ്. പിന്നീട് ഇവർ പറഞ്ഞു, ആലഞ്ചേരി പിതാവ് കുറെ പൈസ എല്ലാം കട്ടുകൊണ്ടുപോയി ചങ്ങനാശ്ശേരിക്കാർക്ക് കൊണ്ട് കൊടുത്തു. ചങ്ങനാശ്ശേരിക്കാർക്ക് ഇവരുടെ നക്കാപ്പിച്ച കിട്ടിയിട്ട് വേണമല്ലോ ജീവിക്കാനായിട്ട്, കഞ്ഞുപിടിക്കാനായിട്ട്. അത് വേറൊരു വശം. അവസാനം പിന്നീട് അതിലേറെ വ്യക്തമായ രീതിയിൽ റോമിൽ വരെ പോയി അന്വേഷണത്തിലെല്ലാം ആലഞ്ചേരി പിതാവ് 10 പൈസ കട്ടിട്ടില്ല എന്ന് തെളിഞ്ഞു. ഇവർ റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ് കുറെ നാൾ നടന്നു. അതെല്ലാം വെറും കപടമുഖങ്ങളാണെന്ന് തെളിഞ്ഞു. കട്ടതിന് ചുക്കാൻ പിടിച്ചത് ഇടയന്ത്രമാണെന്ന് മനസ്സിലാക്കി. അതായത് ഈ സ്ഥലം വിൽക്കുവാൻ വേണ്ടിയിട്ട് ഉള്ള മിനിറ്റ്സിലെല്ലാം ഒപ്പിട്ടിരിക്കുന്നതും ഇടയന്ത്രത്തും ഫിനാൻസ് കൗൺസിൽ മെമ്പേഴ്സും ഉണ്ട്. ഇവരെല്ലാവരും കൂടി
ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. അത് ആലഞ്ചേരി പിതാവിന് തല്ലി കെട്ടിവെച്ചതാണ്. ഇതൊക്കെ സാമാന്യ ബോധമുള്ളവർക്കും കോടതിക്കും മനസ്സിലായി, റോമിലും മനസ്സിലായി. പക്ഷെ എറണാകുളത്തെ കുറെ അന്ധവിശ്വാസികൾക്ക്, അടിമ വിശ്വാസികൾക്ക് മാത്രം ഇത് മനസ്സിലായിട്ടില്ലാഞ്ഞിട്ടല്ല, മനസ്സിലാക്കിയാൽ പുതിയൊരു വിഷയം കിട്ടുന്നത് വരെ പറയാൻ വേറെ വിഷയമില്ലാത്തതുകൊണ്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്നു. അവസാനം കുറച്ച് നാളുകളായിട്ട് അതങ്ങ് വേണ്ടെന്ന് വെച്ചു, അത് നിർത്തി. പിന്നീട് ഇവർ കൊണ്ടുവന്ന മറ്റൊരു കാര്യമാണ് സിനഡാലിറ്റി എന്ന് പറഞ്ഞ് കുറേ നാൾ പറഞ്ഞു. അതായത് 5 മെത്രാന്മാര് സിനഡിൽ ഈ പരിശുദ്ധ കുർബാന ഏകീകരണത്തെ എതിർത്തിരുന്നു. അപ്പോൾ ഈ 5 മെത്രാന്മാർ എതിർത്തതിനാൽ സിനഡാലിറ്റി ഇല്ലാതെയാണ് തീരുമാനമെടുത്തത്. കോവിഡ് സമയത്ത് ഓൺലൈൻ മീറ്റിംഗിലൂടെയാണ് തീരുമാനമെടുത്തത് എന്നൊക്കെയുള്ള കുറെ മുടന്ന ന്യായങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു. അതുകൊണ്ട് ഞങ്ങൾ അംഗീകരിക്കില്ല. അപ്പോൾ ഇപ്പോൾ സിനഡാലിറ്റി എന്ന് വാക്ക് പറയാറില്ല. കാരണം എന്തെന്നറിയോ, എല്ലാ ഇടവകളിലും ഒരു 80% വരുന്ന സാധാരണ വിശ്വാസികളെല്ലാം സഭയുടെ കൂടെയാണ്, വിമതന്മാരുടെ കൂടെയല്ല. അപ്പോൾ വിമതന്മാരുടെ കൂടെ ഉള്ളത് കുറെ ഗുണ്ടകളും കുറെ അതായത് ജീവിത വിശുദ്ധിയില്ലാത്ത സ്ത്രീകളുമാണ്. നൈറ്റ് ഇട്ട് അൾത്താരയിൽ കയറുന്ന സ്ത്രീകൾ, അൾത്താരയിൽ കയറി തോന്നിവാസം കാണിക്കുന്ന സ്ത്രീകൾ. ആ സ്ത്രീകളെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും എനിക്ക് പറയാനില്ല. കാരണം ഈ സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാരെ വിവാഹം കഴിച്ചതാണ്. അവരുടെ ഭർത്താക്കന്മാർ ഇവരെയല്ല വിവാഹം കഴിച്ചത്. ഇത്രയേ ഉള്ളൂ. അതാണ് അതിന്റെ കാരണം. അവർ ഈ അൾത്താരയിൽ കയറി തോന്നിയാസം കാണിക്കാനുള്ള കാരണം ഇവർ അവരുടെ ഭർത്താക്കന്മാരെ വിവാഹം കഴിച്ചതായതുകൊണ്ടാണ്. അവരുടെ ഭർത്താക്കന്മാർ ഇവരെയല്ല വിവാഹം കഴിച്ചത്. നേരെ തിരിച്ചായിരുന്നെങ്കിൽ അത് സംഭവിക്കില്ലായിരുന്നു. അത്രേ എനിക്ക് അവരെക്കുറിച്ച് പറയാനുള്ളൂ, വേറൊന്നും പറയാനില്ല. കാരണം അധപതനത്തിന്റെ അങ്ങേയറ്റമാണ് സ്ത്രീ അൾത്താരയിൽ കയറി ഈ തോന്നിവാസം കാണിച്ചത്. കാരണം ഇങ്ങനെ മുഖാമുഖം ആണല്ലോ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അതിനുവേണ്ടിയിട്ടാണ് ഈ വാശി മുഴുവൻ പിടിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. എന്തോ ആകട്ടെ. അപ്പോൾ സിനഡാലിറ്റി എന്ന് പറയുന്നത് ഇന്ന് അവർക്ക് തന്നെ അർത്ഥമില്ലാതായിരിക്കുന്നു. കാരണം അവരെ എതിർക്കുന്ന എല്ലാ ഇടവകളിലും അവരെ എതിർക്കുന്ന ബഹുഭൂരിപക്ഷം ജനമുണ്ട്. അവരുടെ തോന്നിയാസങ്ങൾ എതിർക്കുന്നവരുണ്ട്. അവര് ഗുണ്ടകളെ വെച്ച് അടിച്ചമർത്തുകയാണ്. കള്ളും കഞ്ചാവും കൊടുത്താണ് ഒരു പ്രത്യേക ഇടവകയിൽ നിന്ന് യുവജനങ്ങളെ കൊണ്ടുപോയി ആലഞ്ചേരി പിതാവിന്റെയും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററിന്റെയും കോലം കത്തിച്ചതും കുപ്പിയെറിഞ്ഞതുമെന്ന് എനിക്ക് വ്യക്തമായ അറിവ് ലഭിച്ചിട്ടുണ്ട്. കള്ളും കഞ്ചാവും ഈ അച്ഛന്മാർ കൊടുത്തുകൊണ്ടിരിക്കുക. ജനത്തെ നന്മയിലേക്ക് നയിക്കേണ്ട പുരോഹിതർ ഇത്രമാത്രം നെറികെട്ടവരായി തീർന്നിരിക്കുന്നു. ഇതിൽ പരം ഒരു അത്തപതനം കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ലോകത്തിനു മുഴുവൻ അപമാനമായി എറണാകുളം അങ്കമാലി രൂപതയിലെ വിമത പുരോഹിതരും അവർക്ക് ചുക്കാൻ പിടിക്കുന്ന വിശ്വാസികളും മാറിയിരിക്കുന്നു. അതാണ് സിനഡാലിറ്റി. കുറച്ച് റിട്ടയറായ പിതാക്കന്മാരും സ്വാർത്ഥലാഭത്തിന് അതിപ്പോൾ അറിയുന്നത് പല കാര്യങ്ങളും വെളിപ്പെട്ട് വന്നുകൊണ്ടിരിക്കുക. ഈ പിതാക്കന്മാരുടെയൊക്കെ ഈ സിനഡാലിറ്റി പറഞ്ഞ പിതാക്കന്മാരുടെയൊക്കെ പല കാര്യങ്ങളും വെളിപ്പെട്ട് വന്നുകൊണ്ടിരിക്കുക. അവരൊക്കെ നെട്ടോട്ടത്തിലാണെന്നുമാണ് നമുക്കറിയാനായിട്ട് സാധിക്കുന്നത്. അതെന്തുമാകട്ടെ, അത് അതിൻ്റെ വഴിയിലൂടെ നടക്കുക തന്നെ വേണം. കാരണം ഏത് പ്രവർത്തനത്തിനും ഒരു പ്രതിപ്രവർത്തനമുണ്ടല്ലോ, അത് നടക്കുക തന്നെ വേണം. അവസാനം റോമിൽ പോയി മാർപ്പാപ്പയെ തെറ്റിദ്ധരിക്കുകയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ഇതെല്ലാം നടത്തിയെന്ന് പറഞ്ഞ് റോമിൽ പോയി. അവരുടെ കൂടെ സന്തത സഹചാരിയായി നടന്ന ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാറിനെയും കൂടെ കൊണ്ടുപോയി. ലാറ്റിൻ റൈറ്റിനുള്ള ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും കൂടെ പോയി പരിശുദ്ധ പിതാവിൻ്റെ അടുത്ത് സംസാരിച്ചു. അവിടുന്ന് തിരിച്ചു വന്നിട്ട് ഈ ദിവസം വരെ ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാർ വാ തുറന്നിട്ടില്ല. സത്യം ബോധ്യപ്പെട്ടു, നിർത്തി. ഇത് മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ച് നടത്തിയതല്ല എന്നും വളരെ വ്യക്തമായ പ്ലാനിങ്ങും വർഷങ്ങളുടെ പരിചിന്തനവും പ്രാർത്ഥനകളും വിചിന്തനങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നും വളരെ വ്യക്തമാണ്. പിന്നെ ഷൈജു ആന്റണിയുടെ വീട്ടിൽ പോയി ചർച്ച ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല. ഷൈജു ആന്റണി ഒരു ക്രിസ്ത്യാനിയായിട്ട് പോലും ഈ 34 രൂപതക്കാർ കാണുന്നില്ല. ക്രിസ്ത്യാനിയായിട്ട് അവനെ കാണുന്നില്ല, അവൻ്റെ കൂട്ടാളികളെയും കാണുന്നില്ല. അപ്പം അതുകൊണ്ട് അവൻ്റെ വീട്ടിൽ പോയി ചർച്ച ചെയ്ത് ലിറ്റർജി കുർബാന എങ്ങനെ അർപ്പിക്കണമെന്ന് തീരുമാനിക്കേണ്ട കാര്യം കത്തോലിക്ക സഭയ്ക്കില്ല. എറണാകുളത്തെ ഈ പാഴ് ജന്മങ്ങൾക്ക്, പുരോഹിതരെന്ന് പേരുള്ള പാഴ് ജന്മങ്ങൾക്ക് ഉണ്ടായിരിക്കുക. അവർ പോയി ചർച്ച നടത്തി അഭിമുഖ സംഭാഷണം നടത്തിക്കോട്ടെ, അത് കുഴപ്പമില്ല. അതിന് കുർബാനയല്ലാത്തത് കൊണ്ട് എനിക്കത് വലിയ വിഷയമല്ല. കാരണം ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ജനാഭിമുഖ സംഭാഷണം കുർബാനയല്ലാത്തത് കൊണ്ട്, കുർബാനയല്ലെന്ന് അവർക്കും അറിയാം, പരിശുദ്ധ കുർബാനയല്ലെന്ന് അവർക്കും അറിയാം, പരിശുദ്ധ കുർബാനയല്ലെന്ന് എനിക്കും അറിയാം, ഒരുവിധം ദൂരമുള്ള എല്ലാവർക്കും അറിയാം. ഇവർ ഈ ചൊല്ലിക്കൂട്ടുന്ന പരിശുദ്ധ കുർബാനയല്ലെന്ന് അത് ജനാഭിമുഖ സംഭാഷണമാണത്, ഒരു കലാപരിപാടിയാണ്. അത് അവർ തുടർച്ചയായിട്ട് നടത്തുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഫോം ഈ കഴിഞ്ഞ നാളുകളിലുണ്ടായി. അതിന് എന്താ പറയുക, ടോയ്ലറ്റ് അഭിമുഖ കുർബാന എന്നാണ് പറയുക, കക്കൂസ് അഭിമുഖ കുർബാന. അത് നമ്മൾ ഈ റാസ കുർബാന എന്നൊക്കെ പറയുന്ന മാതിരിയുള്ള കുർബാനയാണ്. ജനാഭിമുഖത്തിന്റെ ഹയസ്റ്റ് ഫോമാണ്. 3 കുർബാന എന്ന് കേട്ടിട്ടില്ലേ, അതുപോലൊരു ഫോമാണത്. അത് നമുക്ക് തിരുനാൾ കുർബാന എന്നൊക്കെ പറയുന്ന മാതിരി, തിരുനാൾ റാസ കുർബാന എന്നൊക്കെ പറയുന്ന മാതിരി അത് ഈ കക്കൂസിന് മുമ്പിൽ വെച്ച് നടത്താൻ പറ്റുള്ളൂ. എല്ലാ പള്ളികളും നടത്താൻ പറ്റത്തില്ല. കക്കൂസിന് മുമ്പിൽ വെച്ചാണ് കുർബാന നടത്തുക. അതിന് ഒത്തിരി അച്ഛന്മാരുടെ സാന്നിധ്യം ആവശ്യമാണ്. അച്ഛന്മാർ മാത്രമല്ല, മതിൽ ചാടുന്ന കന്യാസ്ത്രീമാരുടെയും സാന്നിധ്യം അതിനാവശ്യമുണ്ട്. ചുമ്മാ സാധാരണ രീതിയിൽ ചെയ്യാനായിട്ട് പറ്റത്തില്ല. മതിൽ ചാടുന്ന കന്യാസ്ത്രീമാരും നൈറ്റിയിട്ട അമ്മച്ചിമാരും ലോഹയ്ക്ക് പകരം ഷർട്ടും പാൻറ്റും ഇട്ട അച്ഛന്മാരും ഒക്കെ ഇതിന് അനിവാര്യമാണ്. ഇതിലെ ഏറ്റവും ഞാൻ ആ കുർബാനയെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അതിലെ ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം, നമ്മൾ ഈ രൂപം എടുത്ത് വയ്ക്കുമ്പോൾ രൂപം തിരിച്ചു വയ്ക്കുന്നു. രൂപം എടുത്ത് ആദ്യം പള്ളിക്ക് പുറത്ത് വയ്ക്കും, പിന്നീട് രൂപം തിരിച്ചെടുത്ത് വയ്ക്കും.
അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ ഈ തിരുനാളുമായിട്ട് ബന്ധപ്പെട്ടുണ്ടല്ലോ. ഇത് സിബ് ഇടുക, സിബ് തുറക്കുക എന്ന് പറയുന്നൊരു കലാപരിപാടി ഉണ്ട് അതിനകത്ത്. ആ സമയത്ത് വെടിക്കെട്ട്, ചെണ്ടമേളം, ധൂപാർപ്പണമൊക്കെ ആവശ്യമാണ്. സിബ് ഇടുന്ന സമയത്ത് ധൂപാർപ്പണം വേണം, സിബ് ഊരുന്ന സമയത്ത് ധൂപാർപ്പണം വേണം. അപ്പോൾ ഈ മൂർത്തിക്ക് വേണ്ട ധൂപാർപ്പണമൊക്കെ ചെയ്തിട്ടാണ് ആ സിബ് തുറക്കുന്നത്. അതിനുശേഷം ധൂപം അർപ്പിക്കണം. സിബ് ഇടുമ്പോഴും ധൂപം അർപ്പിച്ച് മൂർത്തിയെ ധൂപിച്ച് വേണം സിബ് ഇടാനായിട്ട്. ഇത് ഈ കുർബാനയുടെ മാത്രം പ്രത്യേകതയാണ്. അത് ലോകത്തിൽ വേറൊരിടത്ത് ഈ കുർബാനയില്ല. ഇതൊരു വേരിയൻ്റ് ആയിട്ട് എറണാകുളംകാർക്ക് കിട്ടിയിരിക്കുന്ന ഒരു കുർബാനയാണ്. അതായത് ഒരു പ്രത്യേക വേരിയൻ്റാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വിശ്വാസികൾക്കും വിമത അച്ഛന്മാർക്കും പ്രത്യേകമായിട്ട് റോമിൽ നിന്ന് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന ഒരു വേരിയൻ്റാണ് ഈ സിബിഡിൽ സിബ് തുറക്കൽ കുർബാന. അതിന് പ്രത്യേക എത്ര എളുപ്പമൊന്നുമല്ല. ഓരോ വൈദികനും ഇത്ര റേറ്റ് വേണമെന്നൊക്കെ കഴിഞ്ഞ ദിവസം ഞാനൊരു ഇത് കണ്ടായിരുന്നു. 1500 രൂപയാണ് പ്രധാന കാർമ്മികന്. പ്രത്യേകിച്ച് സിബൂരുകയും ചെയ്യുന്ന കാർമ്മികൻ 2500 കൊടുക്കേണ്ടി വരും. സഹകാർമ്മികർക്ക് 500 രൂപ വെച്ച് കൊടുക്കേണ്ടി വരും. സിസ്റ്റേഴ്സിന് എനിക്ക് തോന്നുന്നു 250 ആണെന്ന് തോന്നുന്നു. നൈറ്റിട്ട് അമ്മച്ചമാർക്ക് 100 രൂപയാണ്. പിന്നെ ഷൈജു ആന്റണി പോലെയുള്ള സഹകാർമ്മികർ, ആത്മായ സഹകാർമ്മികർക്ക് ഏകദേശം 50 രൂപ വെച്ച് കൊടുക്കണം. കപ്പ്യാരാണെന്ന് എനിക്കറിയത്തില്ല. അത് ആ കളമശ്ശേരിയിലെ കപ്പ്യാരായിരിക്കണം. അദ്ദേഹം കപ്പ്യാർ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആ കളമശ്ശേരിയിലെ കപ്പ്യാർക്ക് പ്രത്യേകമായിട്ടുള്ള പരിഗണനയും കൊടുക്കണം. കാരണം അദ്ദേഹം സഭാ സംവിധാനങ്ങളെല്ലാം നന്നായിട്ട് അനുസരിക്കുന്നൊരു കപ്പ്യാരാണ്. അപ്പം അദ്ദേഹവും ഇത്രത്തോളം അധപതിച്ച ഒരു പുരോഹിത സമൂഹത്തെ നിലയ്ക്ക് നിർത്തുവാനായിട്ട് ഇവിടുത്തെ പിതാക്കന്മാർക്ക് സാധിക്കുന്നില്ല. ഇതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം. അത് ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത് പള്ളിയിൽ. 82 വയസ്സുള്ള ആ പുരോഹിതന്, വയോധികനായ പുരോഹിതൻ സഭ നിശ്ചയിച്ച് അങ്ങോട്ടയച്ചതാണ്. സഭ നിശ്ചയിച്ചയച്ച ആ പുരോഹിതനെ ഈ ഗുണ്ടകൾ ആ ഗുണ്ട പുരോഹിതന്റെ നേതൃത്വത്തിൽ കയറി ആക്രമിച്ച്, പരിശുദ്ധ കുർബാനയ്ക്കിടയ്ക്ക് ആക്രമിച്ച്, ചവിട്ടി അദ്ദേഹത്തെ സങ്കീർത്തിയിലേക്കിട്ട്, എന്നിട്ട് സ്വയം പോയി ആശുപത്രിയിൽ അഡ്മിറ്റായി ഉള്ള നുണകൾ മുഴുവൻ പറഞ്ഞ്, വായെടുത്ത നുണ ഇവർ പറയുകയുള്ളൂ. അങ്ങനെ ഒരു ഗുണമുണ്ട്. നുണയും നുണയുടെ പിതാവുമാണ് ഇവരെ നയിച്ചുകൊണ്ടിരിക്കുന്ന അടയാളമാണത്. നുണ മാത്രമേ പറയുകയുള്ളൂ. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ പിതാക്കന്മാർ അപലപിച്ചിരിക്കുന്നു. ദയനീയമായി പോയി എന്ന് അപലപിച്ചിരിക്കുന്നു. വല്ലാത്തൊരു അപലപനീയത ആയിപ്പോയി. അത് നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത്? ഈ സമൂഹത്തെ, ഈ സഭയെ നിങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തന്നിട്ട് ഇടയന്മാരായ നിങ്ങൾ ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല എങ്കിൽ, ഈ സഭയെ കരുതേണ്ട നിങ്ങൾ ഈ സഭയെ ഈ കാട്ടുകള്ളന്മാരുടെ കയ്യിൽ വെച്ചു കൊടുത്തിട്ട് ഇവരുടെ തോന്നിയാസങ്ങൾക്കനുസരിച്ച് ഓശാന പാടി നിങ്ങൾ ഏതെങ്കിലും മേടയിൽ ഇരിക്കുകയാണ് എങ്കിൽ കഷ്ടമെന്ന് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. കഷ്ടമെന്നല്ല, ഈ സഭയെ നിങ്ങൾ നശിപ്പിക്കും. പിതാക്കന്മാരെ, ഈ സഭയെ നിങ്ങൾ ഇല്ലായ്മ ചെയ്യും. പരിശുദ്ധ കുർബാനയെ അവഹേളിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ട് ഈ പുരോഹിതരെ ഡിസ്മിസ് ചെയ്ത് പുറത്ത് കളയാം. കാലല്ലോ നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ടല്ലോ. ഇനി റോമിൽ നിന്ന് മാർപ്പാപ്പ വരും എന്ന് പറഞ്ഞ് നിങ്ങൾ കുറെ നാൾ മനുഷ്യരെ ഭരിച്ചു. സീറോ മലബാർ സഭ ഒരു ഈസ്റ്റേൺ ചർച്ച് സ്വതന്ത്ര സഭയായതുകൊണ്ട് മാർപ്പാപ്പ നേരിട്ട് ഇവിടുത്തെ വൈദികരെ ശിക്ഷിക്കില്ല എന്ന് എനിക്കും അറിയാം, അറിയാവുന്നവർക്കറിയാം. നിങ്ങൾ ശുപാർശ ചെയ്താൽ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ തെറ്റു മുഴുവനും ഈ വൈദികർ ഇത്രമാത്രം അധപതിച്ചു പോയി, ഇത്രമാത്രം തോന്നിയാസങ്ങൾ കാണിച്ച്, സഭയെ വെല്ലുവിളിച്ച്, പുരോഹിതരെ മർദ്ദിച്ച്, സഭയോട് കൂടെ നിൽക്കുന്ന പുരോഹിതരെ മർദ്ദിച്ച്, വിശ്വാസികളെ മർദ്ദിച്ച്, ഈ തോന്നിയാസങ്ങൾ മുഴുവൻ കാണിക്കുന്നതിന്റെ 100% ഉത്തരവാദിത്വം നിങ്ങൾ മെത്രാന്മാർക്കാണ്. ഇവരെ ഡിസ്മിസ് ചെയ്ത് പുറത്തു കളയാനുള്ള എല്ലാ വകുപ്പുകളും കാനല്ലോ കോടതി അംഗീകരിച്ചതുമാണ്. ഈ വൈദികനെതിരെ, ആ ആൾത്താരയിൽ കയറി ആക്രമിച്ചവർക്കെതിരെ കേസ് കൊടുക്കേണ്ടത് രൂപതയുടെ ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കുന്ന വമ്പളാനി പിതാവാണ്. നിങ്ങൾ അപലപിച്ചേച്ചിരിക്കുന്നു. വലിയ കേമമായിപ്പോയി, വല്ലാണ്ട് കേമമായിപ്പോയി അപലപിക്കൽ. എനിക്ക് നിങ്ങൾ പിതാക്കന്മാരോട് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്. വളരെ ജെന്യൂൻ ചോദ്യമാണ്. ഭയമാണോ നിങ്ങളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്? ഇവരെ നിയന്ത്രിക്കുന്നതിൽ നിന്ന്, ഇവരെ ഡിസ്മിസ് ചെയ്ത് പുറത്തുവിടുന്നതിൽ നിന്ന് നിങ്ങൾ നിയന്ത്രിക്കുന്ന ഘടകം ഏതാണ്? ക്ഷമയാണോ? ക്ഷമയാണെങ്കിൽ നിങ്ങൾ എത്രത്തോളം ക്ഷമിക്കും? 770 അതിന്റെ ഡബിളും കഴിഞ്ഞതാണ്. ഈ വിമതന്മാരോട് ഇനി ക്ഷമയുടെ ഭാഷയൊന്നും നടക്കുകയില്ല. ഡിസ്മിസ് ചെയ്ത് പുറത്തു വിട്ടവന്മാർ കുർബാന എല്ലിയോടി നടക്കുന്നു, മൂക്കിന്റെ തുമ്പത്ത്. നിങ്ങളുടെ ഡിസ്മിസ് ഞങ്ങൾക്ക് പുല്ലാണ് എന്ന് പറഞ്ഞ്, ഡിസ്മിസ് അല്ല സസ്പെൻഷൻ പുല്ലാണ് എന്ന് പറഞ്ഞ് ഓടി നടന്ന് കുർബാന ചെല്ലുന്നു. പിതാക്കന്മാർക്ക് സങ്കടമൊന്നുമില്ല. എനിക്ക് നിങ്ങൾ പിതാക്കന്മാരോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഇതാണ്. പരിശുദ്ധ കുർബാന ഇത്രയേറെ അവഹേളിക്കപ്പെട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നെഞ്ചിൽ വേദനയില്ലേ? വേദന തോന്നുന്നില്ലേ? നിങ്ങൾക്ക് വേദന തോന്നുന്നില്ല എങ്കിൽ നിങ്ങളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നില്ല. ഇതെനിക്ക് ഇവിടുത്തെ ധ്യാനഗുരുക്കന്മാരോട് ചോദിക്കാനുണ്ട്. പരിശുദ്ധ കുർബാന തെരുവിൽ ഇപ്രകാരം അവഹേളിക്കപ്പെട്ടിട്ട് നിങ്ങൾക്ക് വേദന തോന്നുന്നില്ല എങ്കിൽ, അതിനെതിരെ നിങ്ങൾ ശക്തമായി പ്രതികരിക്കുന്നില്ല എങ്കിൽ, നിങ്ങളിൽ പ്രവർത്തിക്കുന്ന ആത്മാവിനെ കുറിച്ച് എനിക്ക് സംശയമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ സേഫ് സോണിൽ ഇങ്ങനെ സ്വസ്ഥമായിട്ട് വിശ്വാസികളെ നന്നാക്കിക്കൊണ്ട് ജീവിക്കുകയാണ്. സന്തോഷം. വിശ്വാസികളെ നിങ്ങളിങ്ങനെ തുടർച്ചയായിട്ട് നന്നാക്കിക്കൊണ്ടിരിക്കുക, നല്ല കാര്യമാണ്. പക്ഷെ പരിശുദ്ധ കുർബാന അവഹേളിക്കപ്പെട്ടിട്ട് നിങ്ങൾക്ക് സങ്കടമില്ല എങ്കിൽ, വേദനയില്ല എങ്കിൽ, അതിനെതിരെ പ്രതികരിക്കാൻ ധാർമ്മികതയില്ല എങ്കിൽ, നിങ്ങളിൽ പ്രവർത്തിക്കുന്ന ആത്മാവിനെ കുറിച്ച് എനിക്ക് ഭയമുണ്ട്. ഇനി രണ്ടാമത് പിതാക്കന്മാരോട്, നിങ്ങളുടെ ക്ഷമ വർക്ക് ചെയ്യുകയില്ല. വിമതന്മാരുടെ അടുത്ത് ക്ഷമിച്ചതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. മാക്സിമം ക്ഷമിച്ചു കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ. ഇനി
ആക്ഷൻ എടുക്കുവാനായിട്ട് നിങ്ങളെ തടസ്സപ്പെടുന്ന കാര്യം ഭയമാണ് എങ്കിൽ, അതായത് അവരുടെ കയ്യിൽ എന്തൊക്കെയോ തെളിവുകളുണ്ട് നിങ്ങളെ ഒതുക്കി നിർത്താനായിട്ട്, അതെന്തുമാകട്ടെ, ആ തെളിവുകൾ വെച്ച് നിങ്ങളെ ഭീഷണിപ്പെടുത്തി നിങ്ങളെ ഒതുക്കി നിർത്തിയിരിക്കുന്നതാണ് എങ്കിൽ കൈ കൂപ്പിപ്പിടിച്ച് നിങ്ങൾ പറയുകയാണ്, നിങ്ങൾ രാജിവെച്ച് ദയവ് ചെയ്ത് പുറത്തു പോകണം, എന്നിട്ട് ധാർമ്മികതയുള്ള ആരെയെങ്കിലും മെത്രാനായി വാഴിക്കണം, ഈ സഭ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, അടുത്ത തലമുറ പള്ളിയിൽ വരാൻ വേണ്ടിയിട്ട്, അടുത്ത തലമുറ കുർബാനയിലും കുമ്പസാരത്തിലും കൂദാശകൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ദയവ് ചെയ്ത് രാജിവെച്ച് പുറത്തുപോയി വേറെ ധാർമ്മികതയുള്ള ഏതെങ്കിലും വൈദികരെ മെത്രാന്മാരാക്കി വാഴിക്കണം. അപേക്ഷയാണ്, കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാനായിട്ട് 2 രീതിയിലുള്ള ചോയ്സ് നിങ്ങൾക്ക് തരുന്നു. ഒന്നുകിൽ ഈ വിമതന്മാരായിട്ടുള്ള ഷൈജു ആന്റണിയുടെ നേതൃത്വത്തിലുള്ള അൽമായരെയും അവരുടെ വൈദികരെയും വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കണം. ഷൈജു ആന്റണിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഫ്രാൻസിസ് അസീസിയുടെ എളിമയും വിശുദ്ധിയും, ഫ്രാൻസിസ് ഡി സാലസിന്റെ ജ്ഞാനവും അറിവും, വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മരിക്കുവാനുള്ള തീഷ്ണതയും ഒക്കെ ആ മനുഷ്യനിൽ കാണാനായിട്ട് സാധിക്കും. സഭയ്ക്ക് വേണ്ടി മരിക്കുവാൻ നടക്കുന്ന ആളാണ്. അതിൽ നിന്ന് എന്തെങ്കിലും നക്കാപ്പിച്ച് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പരിഗണിക്കുന്നില്ല, അത് വിട്ടേക്കുക. പക്ഷെ അങ്ങനെ ആ ഗുണങ്ങളൊക്കെ കണ്ടെത്തി അദ്ദേഹത്തെ ജീവിച്ചിരിക്കുന്ന വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കണം. സിപ്പിട്ട് കുർബാന ചെല്ലുന്ന ആളുകളെയും പ്രത്യേകമായിട്ട് വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കണം. അവർ പോലീസിന്റെ മാരകമായ പീഡനത്തിന് ഏർപ്പെട്ടവരാണ്. പോലീസ് മാരകമായിട്ട് പീഡിപ്പിച്ച് കയ്യും കാലും തലയെല്ലാം തല്ലിപ്പൊട്ടിച്ച് വളരെ ദയനീയമായി ഇനി മുന്നോട്ട് എങ്ങനെ ജീവിക്കുന്ന പോലെ അറിയാത്ത മനുഷ്യനാണ്. അപ്പോൾ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് സിപ്പിട്ട് കുർബാനയുടെ ആള്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെയും രക്തസാക്ഷി പട്ടം കൊടുത്ത് സഭ ഉയർത്തിവെക്കണം, ആൾത്താരയിൽ പ്രതിഷ്ഠിക്കണം. എന്നിട്ട് എന്നെ പോലെയുള്ള ഈ സഭയോട് കൂടെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിക്കുന്ന എന്നെയും മാണിപ്പറമ്പ് അച്ഛൻ അങ്ങനെയുള്ളവരെ നിങ്ങൾ മഹോം ചൊല്ലി പുറത്താക്കണം. എന്റെ അപേക്ഷയാണ്. ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്യുക. വെളിപാടിന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ നീ ചൂടോ തണുപ്പോ ഇല്ലാത്തവനെ എന്റെ നാവിൽ നിന്ന് ഞാൻ തുപ്പിക്കളയുന്ന വചനം പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് ചൂടോ തണുപ്പോ ഇല്ലാത്ത മന്ദോഷ്ണന്മാരായി മാറാതിരിക്കട്ടെ. മാറരുതേ. തെറ്റിനെ തെറ്റെന്നും ശരിയെന്നും പറ. തെറ്റിനെ തിരുത്ത്. വടി തന്നിരിക്കുന്ന അടിക്കാനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സഭയ്ക്ക് കെട്ടാനും അഴിക്കാനുമുള്ള അധികാരമാണ് ക്രിസ്തു നൽകിയത്. അഴിക്കാൻ മാത്രമല്ല, ക്ഷമിക്കാൻ മാത്രമല്ല, ബന്ധിക്കാനുള്ള അവകാശവും അധികാരവും ക്രിസ്തു സഭയ്ക്ക് നൽകിയിട്ടുണ്ട്. എനിക്കറിയാം, ഈ ഭാരതത്തിൽ തന്നെ ഒരു രൂപതയിൽ, ലാറ്റിൻ രൂപതയാണ്, അവിടെ ഒരു വൈദികൻ ഒരു വില്ലേജിൽ, ആ വില്ലേജിൽ നിന്നുള്ള ഒരു വൈദികനായിരുന്നു ഇടവക വികാരി. അദ്ദേഹത്തിന് ട്രാൻസ്ഫർ കൊടുത്തപ്പോൾ അദ്ദേഹം മാറാതിരിക്കുകയും അദ്ദേഹത്തിന്റെ വീട് സ്ഥിതി ചെയ്യുന്ന ആ വില്ലേജിലുള്ള ആളുകളെ കൂട്ടി പുതിയ വികാരിയെ ചെന്നപ്പോൾ അച്ഛനെ മർദ്ദിക്കുകയും ചെയ്തു. പക്ഷേ വിത്തിൻ നോ ടൈം ആക്ഷൻ ഉണ്ടായി. ആ വില്ലേജ് മുഴുവനും ഈ അച്ഛന്റെ കുടുംബസഹിതം അച്ഛനെയും മഹറോം ചൊല്ലി സഭയിൽ നിന്ന് പുറത്താക്കി. സാധിക്കും. എത്രയോ തവണ വീഡിയോ വഴിയായിട്ട് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് പല കാര്യത്തിൽ. ഒന്നുകിൽ പല കാര്യങ്ങളിൽ പല സാഹചര്യങ്ങളിൽ ചിലരിനോട് ചോദിച്ചു, അച്ഛനെ സർക്കിളിൽ പറയേണ്ട കാര്യം അച്ഛൻ പുറത്ത് പറയുന്നത് എന്തിനാ? അപ്പോൾ ഞാൻ സർക്കിളിൽ വിളിക്കുക. അപ്പോൾ ഞാൻ പറയാം, സർക്കിളിൽ വിളിക്കാറില്ലല്ലോ പറയാനായിട്ട്, അതുകൊണ്ട് പുറത്ത് പറയേണ്ടി വരുന്നെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. തുടക്കം മുതൽ ഈ വിഷയം, കുർബാന ഏകീകരിക്കാനുള്ള വിഷയം സിനഡിന്റെ തീരുമാനമായിരുന്നെങ്കിൽ ഇതിൽ വിശ്വാസികളെ വലിച്ചിഴക്കേണ്ട കാര്യമില്ലായിരുന്നു. അങ്ങനെയെങ്കിൽ ഈ കാട്ടുകുറുക്കന്മാരെ, ചോര കുടിക്കാൻ വെമ്പി നിൽക്കുന്ന കുറുക്കന്മാരായ ഈ ഷൈജു ആന്റണിയെ പോലെയുള്ള ഹാഫ് ജിഹാദികൾ ഇതിൽ കയറി ഇടപെടില്ലായിരുന്നു. നിങ്ങൾ പറയേണ്ടത് ഇത്രമാത്രമായിരുന്നു, ഞങ്ങൾ വൈദികരും മെത്രാന്മാരും തമ്മിലുള്ള, സിനഡും തമ്മിലുള്ള ഈ ഒരു ഡിസ്പ്യൂട്ട്, കുർബാന ഏകീകരണവുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്പ്യൂട്ട് ഞങ്ങൾ പരിഹരിക്കുന്നത് വരെ നിലവിൽ അർപ്പിക്കപ്പെടുന്ന കുർബാനകൾ വാലിഡ് ആണെന്നെങ്കിലും പറയുക. അങ്ങനെ വരുമ്പോൾ വിശ്വാസികൾക്ക് പ്രശ്നമില്ല. ഇത് സഭ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഈ ജനാഭിമുഖ കലാപരിപാടി ഇൻവാലിഡ് ആണെന്ന് പറഞ്ഞു, ഇല്ലിസിറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അത് സാത്താൻ ബലിയാണ്. സഭ അത് വാലിഡ് ആണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ തീർന്ന വിഷയമുള്ളൂ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. വിട്ടുവീഴ്ച അത് നിങ്ങൾ ചെയ്തില്ല. അത് ചെയ്താൽ മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ള പ്രശ്നങ്ങൾ വരുമെന്ന് നിങ്ങൾ പറയുന്നു. എന്തുവാകട്ടെ, പ്രശ്നം പരിഹരിക്കുന്നത് വരെ എങ്കിലും ഇതിങ്ങനെ പോട്ടെ എന്ന് പറയാൻ പറ്റിയില്ല. ഇനി അല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ബദൽ സംവിധാനങ്ങൾ ഒരുക്കാമായിരുന്നു. സഭയോട് കൂടെ നിൽക്കുന്ന ആളുകൾക്ക് രൂപതയിൽ തന്നെ വിവിധ സ്ഥലങ്ങളിൽ, സഭയോട് ചേർന്ന് നിൽക്കുന്ന സ്ഥാപനങ്ങളിൽ, മൗണ്ടിൽ ഒക്കെ കുർബാനയും കൂദാശകളും നിവർത്തിച്ചു കൊടുക്കാമായിരുന്നു. അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയില്ല. ഓരോ ഇടവകളിലും എത്ര പേരുണ്ട് സഭയുടെ കൂദാശ ആവശ്യമുള്ളവരെന്ന് മനസ്സിലാക്കിയിട്ട് വിമതന്മാർ ജനാഭിമുഖ കലാപരിപാടി നടത്തട്ടെ, ഇവർക്ക് വേണ്ട ശുശ്രൂഷകൾ കൊടുക്കാനായിട്ടെങ്കിലും പറ്റണമായിരുന്നു. സഭയോട് കൂടെ നിൽക്കുന്നവരെ ചേർത്ത് പിടിക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ല എന്നുള്ളത് ക്ഷമിക്കപ്പെടാൻ പറ്റാത്ത കുറ്റമാണ് പിതാക്കന്മാരെ നിങ്ങളുടെ. പകരം അവരെയും കുറ്റപ്പെടുത്തുകയാണ് പലപ്പോഴും ചെയ്തത്. അവർക്ക് വേറെ സംവിധാനം അതായത് എന്താണ് ചെയ്യേണ്ടതെന്ന് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് വിവേകത്തോടുകൂടി തീരുമാനമെടുക്കാൻ സാധിക്കുന്ന വിവേകവതികളായ ആരും നിങ്ങളുടെ ഇടയിൽ ഇല്ലേ? പൗലോസ്ലീഹായുടെ ചോദ്യം ഞാൻ ആവർത്തിക്കുക. ജ്ഞാനമുള്ള ആരുമില്ലേ? പരിശുദ്ധാത്മാവ് നിങ്ങളിൽ പ്രവർത്തിക്കുന്നില്ലേ ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കാനായിട്ട്? ഈ വൈദികരെ ഡിസ്മിസ് ചെയ്യാനായിട്ടുള്ള ധൈര്യവും തൻ്റെ ഇടവും നിങ്ങൾക്കില്ലേ? സഭയെ രക്ഷിക്കണമെന്നുള്ള, സഭയെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുനടക്കണമെന്നുള്ള ആ ഒരു ഇടയധർമ്മം പാലിക്കാൻ നിങ്ങൾക്ക് ധൈര്യമില്ലേ? വേദനയോടുകൂടി ചോദിക്കുന്നതാ. ഇതൊന്നും കണ്ടിട്ട് സഹിക്കാൻ പറ്റാന്നിട്ട് ചോദിക്കുന്നതാ. എറണാകുളത്തെ വിശ്വാസികളിൽ ഭൂരിഭാഗം പേരും ഈ വൈദികരിൽ നിന്നെങ്കിലും കപ്പച്ച് കിട്ടിയവരാണ്. അതുകൊണ്ടാണ് അവർ ഞങ്ങളുടെ ചങ്കാണ്, കരളാണെന്നൊക്കെ അവർ പറയുന്നത്. അതായത് കഴിഞ്ഞ ദിവസം യാദൃശ്ചികമായിട്ട് സംസാരിച്ചപ്പോൾ, വേറെ വൈദികനോട് സംസാരിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞ നന്മ ഉള്ളവരാണ് എറണാകുളത്തെ വൈദികർ.
അപ്പോൾ അദ്ദേഹം പറയായിരുന്നു, നന്മ എന്ന് പറഞ്ഞാൽ എന്താ അച്ഛൻ ഉദ്ദേശിക്കുന്നത്? ഇവർ കുറച്ച് ആളുകളെ കുറച്ച് പൈസ കൊടുത്ത് സഹായിച്ചു, ജനാഭിമുഖം. അച്ഛൻ നല്ല മനുഷ്യർ എല്ലാ മതത്തിലും ഉണ്ട്. ഇനി മതം പോട്ടെ, നിരീശ്വരവാദികളുടെ ഇടയിൽ നല്ല മനുഷ്യരുണ്ട്. അതിന് പുരോഹിതനാണെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പം നിങ്ങളുടെ നന്മയുടെ അളവെടുത്തിട്ടല്ല ഒരുവനെ പുരോഹിതനാക്കി വെച്ചിരിക്കുന്നത്. പൗരോഹിത്യം സഭയുടെ ശുശ്രൂഷ കർമ്മത്തിൽ പങ്കുചേരലാണ്. അതെന്തെങ്കിലും നക്കാപ്പിച്ച നന്മ ചെയ്യലല്ല. അപ്പോൾ ചെറിയ നന്മകൾ കിട്ടിയവർ, ജീവിക്കാനായിട്ട് സമ്പത്ത് കിട്ടിയവർ അവരുടെ കൂടെ കട്ടക്കി നിൽക്കുന്നു, കൊല്ലാനും ചാടാനും തല്ലാനും ഇറങ്ങിത്തിരിക്കുന്നു. ഇനി കന്യാസ്ത്രീമാര് കുറെ പേരെങ്കിലും ഇവരുടെ ഫോഴ്സ് നിർബന്ധിക്കുന്നത് വഴിയായിട്ട് കുർബാന തരത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നോട് ഏതാനും പേര് പറഞ്ഞതാണ്. അതായത് ഇവർ പറയുന്നിടത്ത് ചെന്നില്ല എങ്കിൽ, സമരത്തിന് ചെന്നില്ല എങ്കിൽ അവർ കുർബാന ചൊല്ലി തരത്തില്ല. തൻ്റെ ഇടത്തോടുകൂടി ആ കുർബാന, ഇല്ലിസിറ്റ് കുർബാന വേണ്ടെന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടാവണമായിരുന്നു. ഈ പിശാച് കുർബാന വേണ്ട എന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടാകണമായിരുന്നു. അതുണ്ടായില്ല. സിസ്റ്റേഴ്സ് ഇറങ്ങുന്ന കാര്യത്തിലും എനിക്ക് ഒരു കാര്യം ഇവിടുത്തെ പിതാക്കന്മാരോട് പറയാനുണ്ട്. എനിക്കറിയാവുന്ന കൈപ്പമ്പിളാക്കളച്ചൻ എന്ന വിശുദ്ധനായ വൈദികൻ സ്ഥാപിച്ച ഒരു സന്യാസമൂഹം എറണാകുളം രൂപതയുടെ കീഴിലുണ്ട്. വിശുദ്ധനായ ഒരു വൈദികൻ സ്ഥാപിച്ച ഒരു സന്യാസമൂഹമാണ്. ആ സന്യാസ സമൂഹത്തിന്റെ അധികാരിയായിട്ട്, ഡയറക്ടറായിട്ട് വെച്ചിരിക്കുന്നത് ഡൽഹിയിൽ നിന്ന് തോന്നിയാസം കാണിച്ച്, എന്നാണ് ഞാൻ പറയുന്നില്ല, അവിടുന്ന് നാട്ടിലേക്ക് വന്ന ഒരാളെ. നിങ്ങളൊരു സന്യാസ സമൂഹത്തെ നയിക്കാനായിട്ട് എങ്ങനെയാണ് ഒരു തീവ്ര വിമതന വെക്കുക? അത് അപ്പോയിന്റ് ചെയ്തു എന്നതിൽ നിന്ന് തന്നെ നിങ്ങൾ പിതാക്കന്മാർ തന്നെയാണ് തെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു സന്യാസ സഭയിൽ ഒരു വിശുദ്ധനായ ഒരു വൈദികനെ, ഒരു പ്രായമുള്ള ഒരു വൈദികനെ കിട്ടാഞ്ഞിട്ടാണോ? കണ്ടെത്താൻ പറ്റാഞ്ഞിട്ടല്ലല്ലോ ഈ കൊടും വിമതനെ അവരുടെ ഡയറക്ടറായിട്ട് നിങ്ങൾ വെച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇറങ്ങാതിരിക്കാൻ പറ്റത്തില്ല. അവിടെയും രണ്ട് തട്ടായിട്ട് തിരിഞ്ഞിരിക്കുക. എല്ലാവരും ഒരേ മനമുള്ളവരല്ല. അപ്പോൾ ആ സമൂഹത്തെ തന്നെ രണ്ടാക്കിയിരിക്കുന്നു ഈ വിമതൻ. അതുപോലെ തന്നെ ആയിരിക്കാം പല സന്യാസ സമൂഹങ്ങളിലും. ഏതെങ്കിലുമൊക്കെ അച്ഛൻ്റെ ചർച്ചക്കാരും ബന്ധുക്കാരും ഒക്കെ ആയിട്ടുള്ള കന്യാസ്ത്രീമാർ കാണും. ഇവരിറങ്ങിത്തിരിക്കുകയാണ് സഭയ്ക്കെതിരെയുള്ള സമരങ്ങളിലേക്ക്. അതായത് ഇപ്രകാരം ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ആത്മീയത നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സന്യാസം വല്ലാത്തൊരു ചോദ്യചിഹ്നമാണ്. നമ്മൾ ചില കമന്റുകളിലൊക്കെ പറയുന്ന പോലെ, എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറയുന്ന പോലെ, എന്തിനാണ് ജീവിക്കുന്നത് എന്ന് അറിയാൻ പോലും ഇവർക്ക് സാധിക്കുകയില്ല. ആത്മീയം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയോ കാണിച്ചൊക്കെ ജീവിച്ചു പോകുന്നു മാത്രം. അതുകൊണ്ട് പ്രിയമുള്ള പിതാക്കന്മാരെ, മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ. നിങ്ങളൊരു 10 പേരെ അവർ വിമതന്മാർ തല്ലിക്കൊന്നാലും എനിക്ക് സങ്കടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇടയൻ മരിക്കണം ആടുകൾക്ക് വേണ്ടിയിട്ട്. നിങ്ങളെ അവർ എന്ത് ചെയ്താലും എനിക്ക് സങ്കടമൊന്നുമില്ല. പക്ഷേ പാവപ്പെട്ട 82 വയസ്സുള്ള അച്ഛന്മാരെയൊക്കെ കൊണ്ട് അവരുടെ ഈ കാട്ടാളന്മാരുടെ മുമ്പിൽ ഇട്ട് കൊടുക്കരുത്. അത് തിന്മയാണ്. എന്നിട്ട് മിണ്ടാതിരിക്കരുത്. കുറച്ച് അവിടെ എവിടെയെങ്കിലും അപലപിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യുക. അതിനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടാകട്ടെ, ഈ സഭ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. നമുക്കറിയാം, പരിശുദ്ധ കുർബാന, യേശുക്രിസ്തു കുർബാന അർപ്പിക്കുന്നത്, കുരിശിലെ കുർബാന, യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ കുർബാന പിതാവായ ദൈവത്തിന്റെ തീരുമാനമായിരുന്നു. അത് ശരിക്കും ഒരു മാനുഷികമായ ചിന്തയിൽ നീതിപൂർവ്വമുള്ള ഒരു കുർബാനയായിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ 33 വയസ്സുള്ള ചെറുപ്പക്കാരനോട് കാണിച്ച അനീതിയാണത്. അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും വിധത്തിൽ ഇതൊന്ന് മാറ്റിത്തരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ പാനപാത്രം ഒന്ന് മാറ്റിത്തരാമോ? ഒരു കമാനുരക്ഷം മറുപടി പറയുന്നില്ല. അതായത് തനിക്കിഷ്ടമുള്ള രീതിയിൽ കുർബാന അർപ്പിക്കാൻ അനുവദിക്കാമോ എന്ന് ഈ മകൻ ചോദിക്കുന്നുണ്ട്. അപ്പൻ തീരുമാനിച്ചാൽ തീരുമാനിച്ചതാണ്, മാറ്റം വരുത്തിയിട്ടില്ല. അവസാനം മോൻ പറയാണ്, സാരില്ല, എനിക്ക് ഇച്ചിരി ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും, എനിക്കിഷ്ടമുള്ള രീതി കുർബാന അർപ്പിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ വേണ്ട പിതാവേ, അപ്പൻ തീരുമാനിച്ച പോലെ നടക്കട്ടെ. ഇതാണ് പരിശുദ്ധ കുർബാന. തിരുഹിതം പോലെ നടക്കട്ടെ എന്ന് പറയുന്നതാണ് സന്യാസം. എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം, ദൈവത്തിന്റെ ഹിതം, സഭയുടെ ഹിതം നിറവേറപ്പെടട്ടെ എന്ന് പറയുന്നിടത്താണ് സന്യാസമുള്ളത്, പൗരോഹിത്യമുള്ളത്, പരിശുദ്ധ കുർബാനയുള്ളത്. ഇത് മറക്കരുത് നിങ്ങൾ. സ്വന്തം ഇഷ്ടം എവിടെ രൂപപ്പെടുന്നോ അവിടെ സന്യാസം നഷ്ടപ്പെട്ടു, പൗരോഹിത്യം നഷ്ടപ്പെട്ടു, പരിശുദ്ധ കുർബാന ഇല്ലാതായി, തോന്നിയാസ കുർബാനകളായി. ഈശോ കാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.